ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ് മാൻഡർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ടൊരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഈ പ്ലേലിസ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. അതായത് ഓരോ മാസവും നിങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതാത് മാസം ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡേറ്റുകളുണ്ട്. ഈ ഡേറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാവും. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള നമുക്കൊരു റൂമോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഓരോ മാസവും ഇപ്പോൾ നമ്മൾ ഇത് ഓഗസ്റ്റ് മാസം വരാൻ പോകണോ. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റുകൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റുകൾ ഒക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഓരോ മാസവും നമ്മളിത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഈ ജ്യോതിഷം ഈ ടി വിയിലൊക്കെ വന്നിരുന്ന ജ്യോതിഷം പറയുന്നവരെ പോലെ തോന്നിയേക്കാം. അങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്. അതായത് ഈ ഒരു ഓഗസ്റ്റ് മാസം നല്ല എല്ലാ മാസത്തിലെയും വീക്കെൻഡുകൾ എന്ന് പറയുന്നത് പൊതുവേ മേജറായിട്ടുള്ള എല്ലാ ഡെസ്റ്റിനേഷനിലും തിരക്കുള്ളൊരു ഇത് തന്നെയാണ്. അത് ഓഫ് സീസൺ ആയാലും തിരക്കുകളൊക്കെ ഉള്ള ഇതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഓഗസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 3-ാം തീയതി ശനിയാഴ്ച ആയിട്ടാണ് വരുന്നത്. 3-ാം തീയതി എന്ന് പറയുന്നത് അന്നൊരു അവധിയും കൂടി വരുന്നുണ്ട്, കർക്കിടകവാവ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തിരക്ക് ആ ഒരു സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാർ, വാഗമൺ പോലുള്ള മേജറായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, അതിൽ ആലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോകാനൊക്കെ ശ്രമിക്കുക. ഇനി എടുത്തു പറയേണ്ട വേറെ ഒരു ഇതെന്ന് പറയുന്നത് വീണ്ടും ഒരു വീക്കെൻഡാണ് സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുന്നത് അവധി ഉള്ളത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പിന്നെ കുറേ അധികം ആളുകൾക്ക് ഈ IT പാർക്കിലുള്ളവർക്കൊക്കെ ഈ പറയുന്ന അവധി വരുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല ഈ ഒരു 10-ാം തീയതി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 10-ാം തീയതിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലായിട്ട് നിങ്ങൾ ബഡ്ജറ്റായിട്ടൊരു ഹൗസ് ബോട്ട് പാക്കേജോ അതല്ലെങ്കിൽ ഒരു ആലപ്പുഴ നോർമൽ പാക്കേജോ പോകാനായിരിക്കുന്നതാണെങ്കിൽ കഴിവതും ആ ഒരു ഡേറ്റ് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ആ ഒരു ദിവസം ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ പറയുന്ന ആലപ്പുഴയിൽ കിട്ടത്തില്ല. അത് ഹൗസ് ബോട്ടായാലും മറ്റിതായാലും കിട്ടത്തില്ല. എല്ലാത്തിനും നല്ല റേറ്റും കാര്യങ്ങളും ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ആ കായലിൻ്റെ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാനും പറ്റത്തില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ നെഹ്റു ട്രോഫി കാണാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ അതൊന്നും എടുക്കാതെ നിങ്ങൾക്ക് പോകാനാണെങ്കിൽ നല്ലൊരു ഇത് തന്നെയാണ്. പോയി കാണാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ഒരു ബഡ്ജറ്റായിട്ടുള്ള പരിപാടിയിലൊന്നും നടക്കില്ല. മാത്രമല്ല നിങ്ങളിപ്പോൾ ഈ ഹൗസ് ബോട്ട് എടുത്ത് ഈ നെഹ്റു ട്രോഫി കാണാം. അതായത് ഈ നെഹ്റു ട്രോഫി ഹൗസ് ബോട്ടിൽ ഇരുന്ന് നമുക്ക് രാജാവിനെ പോലെ ഫോറിനേഴ്സിൻ്റെ ഒക്കെ ഇരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് നല്ല എമൗണ്ട് നല്ല ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് നിങ്ങൾ ഈ ആലപ്പുഴയിട്ട് പോകുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റ് ഡെസ്റ്റിനേഷനായിട്ട് പോകുന്നവർ തീർച്ചയായിട്ടും ആ ഒരു ഡേറ്റ് ശ്രദ്ധിക്കണം. കാരണം അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണ്. പിന്നെ ഈ സ്വാതന്ത്ര്യദിനത്തിന് അവധി ഉണ്ടെങ്കിലും ഇതിൻ്റെ 14-ഉം 16-ഉം വർക്കിംഗ് ഡേ ആയിട്ട് വരുന്നതുകൊണ്ട് വലിയൊരു തിരക്കിൻ്റെ കാര്യമില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഒരു നോർമൽ രീതിയിലുള്ള തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൂമുകൾ കിട്ടാനുണ്ടായിരുന്നു. തുണ അങ്ങനെ ആയിരിക്കും. എങ്കിലും നിങ്ങളൊന്ന് ഗ്രൂപ്പൊക്കെ പോകണവരെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് 20-ാം തീയതി ഒരു അവധി കാണിക്കുന്നുണ്ട്. 20-ാം തീയതി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ജയന്തിയാണ്. അതും പിന്നെ ഒരു ഇടദിവസം ചൊവ്വാഴ്ചയായിട്ട് വരുന്നതുകൊണ്ട് വലിയൊരു തിരക്ക് കാണില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട് 26-ാം തീയതി. അതൊരു നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം 24-ാം തീയതി 4-ാം ശനിയാഴ്ചയാണ്. അപ്പോൾ അവധിയുള്ള ദിവസമാണ് വരുന്നത്. 4-ാം ശനിയാഴ്ച വരുന്നത്, 25 ഞായറാഴ്ച, 26 ശ്രീകൃഷ്ണ ജയന്തി. ഒരു ലോങ് വീക്കെൻഡാണ് വരുന്നത്. ഇത്തരം വീക്കെൻഡുകൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഓവറായി പോകും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റൂമുകളും കാര്യങ്ങളും കിട്ടില്ല. അത് ലോങ് അവധി വരുന്നുണ്ട്. നല്ല തിരക്ക് എല്ലാ ഡെസ്റ്റിനേഷനിലും വരുന്ന ഒരു ഡേറ്റാണ് ഈ ഓഗസ്റ്റ് ഡേറ്റ്. പിന്നെ 28-ാം തീയതി അയ്യങ്കാളി ജയന്തി വരുന്നുണ്ട്. വേണമെങ്കിൽ ആ ഡേറ്റും വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 27-ാം തീയതി ഒരു വർക്കിംഗ് ഡേ ആണ്. ആ ഒരു ഇത് വർക്കിംഗ് ഡേ മാത്രമേ വരുന്നുള്ളൂ. അത് ചിലവർ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു വേണമെങ്കിൽ 24, 25, 26, 28 ആ ഡേറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിപ്പോയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നൊക്കെ പോകും. ഇത് നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇതൊരിക്കലും ഒരു തമാശ പരിപാടിയായിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഈ ബുക്ക് ചെയ്യാതെയൊക്കെ ഇതുപോലെ വീക്കെൻഡിലൊക്കെ വന്നിട്ട് നമ്മൾ നോർമൽ റേറ്റിനേക്കാൾ വെരി ഹയർ റേറ്റിലൊക്കെ റൂമുകളൊക്കെ എടുക്കുന്ന ആളുകളെയും പിന്നെ റൂമുകൾ കിട്ടാതിരിക്കുന്ന ആളുകളെയൊക്കെ ഇതുണ്ട്. മേജറായിട്ടുള്ള എല്ലാ ഡെസ്റ്റിനേഷനിലും ഈ പറയുന്ന വീക്കെൻഡുകളിലൊക്കെ നല്ല തിരക്കുകൾ വരുന്നുണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ ഈ തിരക്കുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കഴിവതും നിങ്ങളിത് ഇത്തരം ഡേറ്റുകളൊക്കെ നോക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്തൊക്കെ വരാൻ ശ്രമിക്കുക. ഇതാണ് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റുകളായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഇതിൽ സെപ്റ്റംബറിൽ നമുക്ക് നോക്കാം. അതുപോലെ എല്ലാ മാസവും ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ഇത് കുറേ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.